നമസ്കാരം. ഞാൻ അയർലൻഡിൽ നിന്നും KR അനിൽകുമാർ. ഇറാൻ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നമ്മുടെ മലയാളി സമൂഹം കടുത്ത ആശങ്കയിലാണ്. പ്രത്യേകിച്ച് 5 ദിവസം പിന്നിട്ടു. നമ്മുടെ വാർത്താ ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വ്യാപകമായി പ്രചരിക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മലയാളികളുടെ കുടുംബാംഗങ്ങൾ വളരെയധികം ഭീതിയോടെയും ഞെട്ടലോടെയും ഈ കാര്യങ്ങളെ നോക്കിക്കാണുകയാണ്. എനിക്കും കഴിഞ്ഞ ദിവസം കുറച്ച് മെസ്സേജുകൾ വന്നു. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മളോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ സേഫാണോ, യുദ്ധത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മളോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു വീട്ടിൽ നിന്ന് മിക്കവാറും ഒരാളെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും വാർത്തകൾ വരുമ്പോഴേയും അവർക്കെല്ലാവർക്കും ഇതൊരു വലിയ ഒരു ആശങ്കയോടെയാണ് ഇതിനെ ശ്രമിക്കുന്നത്. പലരും വിദേശത്ത് നിന്ന് ഉടൻ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അവരുടെ മൊബൈലിലൂടെ അവർ വീഡിയോ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. ഞങ്ങൾക്കാർക്കും ഒരു കുഴപ്പമില്ല, ഞങ്ങൾ വളരെ സേഫാണ്, ഇവിടെ ഞങ്ങൾ ദൈനംദിന കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നു, ജോലിക്ക് പോകുന്നു, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അത് അവരുടെ വീട്ടുകാരും അവരുടെ ഫ്രണ്ട്സും ഒക്കെ കാണുമ്പോൾ അവർക്ക് ഒരു ആശ്വാസം. അപ്പോൾ എനിക്കും കഴിഞ്ഞ ദിവസം കുറച്ച് മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ അവരോടും പറഞ്ഞു ഞങ്ങളിവിടെ സേഫാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അയർലൻഡിനെ സംബന്ധിച്ച് നിലവിൽ ഇതുവരെ യുദ്ധം ഒരു രീതിയിലും ഇവിടുത്തെയുള്ള ദൈനംദിന ജീവിതത്തെയോ ഔദ്യോഗികമായിട്ട് നമുക്ക് ജോലിക്ക് പോകുന്നതിനൊന്നും ഒരു തടസ്സങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായിരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ട്രാവൽ സംബന്ധിച്ചാണ്. ഇത് നമ്മുടെ എയർലൈൻസ് ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നത് മൂലം നാട്ടിലേക്ക് പോകുന്നവരും നാട്ടിൽ ചെന്നവർ, ഇപ്പോൾ ഹോളിഡേ പോയവരുണ്ട്, പലർ യാത്രാമധ്യേ അവർ യാത്ര മുടങ്ങിയവരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യങ്ങളിൽ ആണ് ആകെയുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഉള്ളത്. പലരും എയർപോർട്ടുകളിൽ തങ്ങിയവർ, അവർ ഹോട്ടലുകളിൽ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ മിക്കവാറും ഇവിടെ നിന്ന് അയർലൻഡിൽ നിന്നൊക്കെ നാട്ടിലേക്ക് പോകുമ്പോൾ സാധാരണ 3 എയർലൈൻസാണ് നമ്മളിവിടുന്ന് സർവീസ് നടത്തുന്നത്. ഒന്ന് ഇതിഹാദ് എയർവേയ്സ്, എമിറേറ്റ്സ്, ഖത്തർ എയർവേയ്സ്. അപ്പോൾ ഇതിഹാദ് എയർവേയ്സ് അബുദാബി ചെന്നിട്ട് അവിടുന്ന് കണക്റ്റഡ് ഫ്ലൈറ്റ് വഴിയാണ് നമ്മൾ കൊച്ചിയിലേക്ക് അല്ല തിരുവനന്തപുരം, കോഴിക്കോട് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ എമിറേറ്റ്സ് ആണെങ്കിൽ ദുബായിൽ നിന്നാണ് കണക്റ്റഡ് ഫ്ലൈറ്റുകൾ. ഖത്തർ എയർവേയ്സ് ദോഹയിൽ നിന്നാണ് നമുക്ക് കണക്റ്റഡ് ഫ്ലൈറ്റുകൾ ഉണ്ടാവുന്നത്. ഈ സർവീസുകൾ നിലച്ചത് മൂലം നമുക്ക് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തവർക്ക് പോകാൻ സാധിക്കുന്നില്ല. നമ്മൾ ചിലപ്പം പല പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പല ഫങ്ഷൻസ് ഉണ്ടാകാം, മാര്യേജ് ഫങ്ഷൻസ് ഉണ്ടാകാം. പിന്നെ അതുപോലെ ആരെങ്കിലും പെട്ടെന്നൊക്കെ ഒന്ന് മരണപ്പെട്ടാൽ ഒന്ന് നാട്ടിലേക്ക് പോകാനുള്ള ആ ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ഫ്ലൈറ്റ് സർവീസുകൾ പുനരാരംഭിച്ചിട്ടില്ല. ഫെബ്രുവരി 28 വരെ ടിക്കറ്റ് എടുത്തവർക്ക് അവർ ടിക്കറ്റ് ചാർജ് റീഫണ്ട് ചെയ്യുകയും അവർ റീബുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നിനും തിരിച്ച് ഫ്ലൈറ്റ് സർവീസ് ഉണ്ടാവും എന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. കാരണം പ്രത്യേകിച്ച് ഇറാൻ US-ആയിട്ടുള്ളൊരു ചർച്ച അവർ നിരസിച്ചിരിക്കുകയാണ്. അവർക്ക് അമേരിക്കയുമായി ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ഇനി അത് ഏത് രീതിയിലാണ് മുന്നോട്ട് ഇതിൻ്റെയൊക്കെയുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അത് അവരുടെ തന്നെ ഒരു റിലീജിയസ് സുപ്രീം ലീഡറെ ആയത്തുള്ള ഖൊമേനിയെയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫ്യൂണറൽ ഒക്കെ നടന്നു കഴിയുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ വരും എന്നറിയില്ല. അതുകൊണ്ട് എയർലൈൻസുകൾ അത് ഈ ഒരു പ്രതിസന്ധിയൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ സേഫ് ആണെങ്കിൽ മാത്രമേ അവർ യാത്രകൾ പുനരാരംഭിക്കുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിൽ മിസൈൽ വർഷങ്ങളും ബാക്കിയുള്ള അറ്റാക്കുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വ്യോമപാത ക്ലിയർ ആകാതെ ഒരിക്കലും ഫ്ലൈറ്റ് സർവീസുകൾ പുനരാരംഭിക്കത്തില്ല.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നേരിട്ട് അയർലൻഡിൽ ഒരു രീതിയിലും നമുക്ക് ഈ യുദ്ധം നമ്മളെ ബാധിച്ചിട്ടില്ല. പിന്നുള്ളത് പെട്രോൾ വിലയിലുള്ള വർധനവ്. അത് കഴിഞ്ഞ ഉക്രൈൻ യുദ്ധം ഉണ്ടായപ്പോഴും അത് അടുത്ത ദിവസം തൊട്ട് തന്നെ പെട്രോൾ വിലയിൽ വർധനവുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ചലനങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങുന്നുണ്ട്. അത് ഇനിയിപ്പം മുന്നോട്ട് ഇങ്ങനെ യുദ്ധം നിന്നാൽ ആ പെട്രോൾ വിലയിൽ വർധനവുണ്ടാവും. പെട്രോൾ വിലയിൽ വർധനവുണ്ടാകുമ്പോൾ ബാക്കിയുള്ള നിത്യോപയോഗ സാധനങ്ങളിൽ വില വർധന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് മുന്നോട്ട് ഇവിടെ ബാധിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് എന്നിരുന്നാൽ തന്നെ ഈ യുദ്ധം അവസാനിക്കണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. നമുക്കെല്ലായിടത്തും ശാന്തിയും സമാധാനവുമാണ് വേണ്ടത്. പക്ഷേ ഇത് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് എല്ലാവർക്കും എല്ലാവരും സേഫായിട്ടിരിക്കാനായിട്ടും യുദ്ധം അവസാനിച്ച് എല്ലായിടത്തും ശാന്തിയും സമാധാനവും പുനരാരംഭിക്കാനായിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് പ്രാർത്ഥിക്കുകയും അതിനായിട്ട് പ്രയത്നിക്കുകയും ചെയ്യണം. നമ്മുടെ എംബസികളൊക്കെ ആണെങ്കിലും പല രീതിയിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാവരെയും ബന്ധപ്പെടുകയും അവരുടെ ക്ഷേമം അന്വേഷിക്കുകയും ബാക്കിയുള്ള സഹായങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിലും പെട്ടെന്ന് എല്ലാവരും ഓർക്കും യുദ്ധം വന്നു, കുവൈറ്റ് യുദ്ധമൊക്കെ വന്ന പോലെ കുറേ പേര് കൂട്ടത്തോടെ ഇനി നാട്ടിലേക്ക് തിരിച്ചു വരുമോ എന്നൊക്കെയുള്ള പല നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ എല്ലാം മനസ്സിലൂടെ ചിന്തിക്കും. അപ്പോൾ ഇനി ഇത് അധികം മുന്നോട്ട് പോകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ പാനിക്കായിട്ട് യാതൊരു കാര്യവുമില്ല. ഇതുപോലെയുള്ള ഇത് വരുമ്പോൾ പലരും പറയും നിങ്ങൾക്ക് നാട്ടിൽ നിന്നാൽ പോരെ, എന്തിനാണ് അധികം പൈസ മോഹിച്ച് നാട്ടിലെ അന്ന് ഇങ്ങനെ വിദേശത്തോട്ട് പോയെന്നുള്ള രീതിയിലൊക്കെയാണ് ആൾക്കാർ ഈ കമൻറ്റിലൊക്കെ പറയുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു നട്ടെല്ലാണ്. സാമ്പത്തിക വ്യവസ്ഥയ്ക്കും ആണെങ്കിലും നമ്മുടെ പ്രവാസ ലോകത്തുനിന്ന് നമ്മുടെ വരുന്ന ആ ഒരു വിദേശ നാണ്യം അതാണ് നമ്മുടെ രാജ്യത്തിനും പ്രത്യേകിച്ച് കേരളത്തിനുമൊക്കെ വളരെയധികം അഭിവൃദ്ധിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പോൾ ആ പൈസ ആണ് നമ്മുടെ അവിടെ കൂടുതലായിട്ട് ചിലവഴിക്കുന്നത്. അത് നമ്മളവിടെ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ നമ്മളുടെ പ്രോപ്പർട്ടി വാങ്ങുന്നു, പല രീതിയിൽ ടാക്സായിട്ട് നമ്മളവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നല്ല രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും വിദേശത്തുമൊക്കെ പോയി ജോലി ചെയ്ത് നമ്മുടെ നാടിന് വേണ്ടിയും നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് ഒരിതുണ്ടാകുമ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നൊരു മെൻറ്റാലിറ്റിയാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തകൾ, ആദ്യ സമയങ്ങളിലൊക്കെ വന്ന വലിയ ഭീതിജനകമായ വാർത്തകളാണ് ഉണ്ടായത്. 1-2 ദിവസമായിട്ട് അല്പം ശമനമുണ്ട്. എന്നിരുന്നാൽ തന്നെയും അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. നമ്മുടെ ബന്ധപ്പെട്ടവരെയൊക്കെ ഫോണിലൂടെയൊക്കെ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനൊരു കോൾ വിളിച്ചിട്ടോ കിട്ടാതെയൊക്കെ വരുവാണെങ്കിൽ നമ്മളെ സുഹൃത്തുക്കൾ വഴിയും എംബസി വഴിയൊക്കെ ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു എന്താണ് കറണ്ട് സിറ്റുവേഷൻ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുകയും ചെയ്യുക. പിന്നെ ഇവിടെ അയർലൻഡിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു സേഫായിട്ടുള്ള ഒരു വളരെ ശാന്തിയോടുകൂടി സമാധാനത്തോടു കൂടി പോകുന്നൊരു രാജ്യമാണ്. കഴിഞ്ഞ ദിവസം അയർലൻഡിലൊരു പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറായ ഐറിഷ് മിറർ പബ്ലിഷ് ചെയ്തത് ഇങ്ങനെയാണ്: അയർലൻഡ് കൺസിഡേർഡ് വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രീസ് ഇൻ കേസ് ഓഫ് ഗ്ലോബൽ കോൺഫ്ലിക്റ്റ് എന്നാണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് ഉക്രൈൻ വാറിന് ശേഷവും ആൾക്കാരെല്ലാം ഏറ്റവും കൂടുതൽ പലായനം ചെയ്തത് ഈ രാജ്യങ്ങളിലേക്കാണ്. അപ്പോൾ ഇവിടെ സമാധാനമായിട്ടും ശാന്തിയോടെയും പോകുന്ന ഒരു രാജ്യമാണ് അയർലൻഡ്. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് കൂടുതൽ ആൾക്കാർ ആ സമയങ്ങളിലും കുടിയേറ്റമൊക്കെ ഉണ്ടായത്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ മറ്റ് രാജ്യങ്ങളിലുള്ളവരും എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. എല്ലായിടത്തും സമാധാനം പുനഃസ്ഥാപിക്കട്ടെ. അതിനായിട്ടുള്ള ശ്രമങ്ങൾ ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും ഒന്നിച്ച് ചെയ്യട്ടെ. അതിനോടൊപ്പം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് ഇപ്പം ഇറാൻ
US-ഉമായിട്ട് ഒരു ചർച്ചയ്ക്ക് ഇനി തയ്യാറല്ല എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഇതിൻ്റെയുള്ള ബാക്കി ചടങ്ങുകൾക്കൊക്കെ ശേഷം എങ്ങനെയാണ് ഇവർ തിരിച്ചടിക്കുക എന്നൊന്നും നമുക്കറിയില്ല. പ്രത്യേകിച്ച് അവരുടെ ഒരു സുപ്രീം ലീഡർ ആയിട്ടുള്ള ഖൊമൈനിയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നാലെ പല അവരുടെ നേതാക്കന്മാരെയും ഹയർ ഒഫീഷ്യൽസിനെയൊക്കെ തന്നെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഏത് രീതിയിലുള്ള തിരിച്ചടികളും പ്രതീക്ഷിക്കാം. വലിയ ഒരു ലോകമഹായുദ്ധത്തിലേക്കൊന്നും പോകാതെ കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ അതിനകത്ത് ചർച്ചകൾക്ക് മുന്നോട്ട് വന്ന് നല്ല രീതിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ടും എല്ലായിടത്തും ശാന്തി സമാധാനം ഉണ്ടാകാനായിട്ടും മുൻകൈ എടുക്കുമെന്ന് കരുതാം. നമ്മൾ എല്ലാവരും പ്രതിസന്ധികളുണ്ടാകുമ്പോൾ എല്ലാവരും ചേർന്ന് നിൽക്കുക, പരസ്പരം പഴിചാരാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിന്ന് ഒറ്റക്കെട്ടായിട്ട് അല്ലേ. പല പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മൾ ഈ കാലവും കടന്നു പോകും എന്ന് പറയുന്ന പോലെ ഇതും അത് കടന്നു പോകും. ഇതിനെല്ലാം പ്രത്യേകിച്ച് നമ്മൾ മലയാളി സമൂഹം എല്ലായിടത്തും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു ടെൻഷനും മാറും. ഫ്ലൈറ്റ് സർവീസുകൾ പുനഃസ്ഥാപിക്കുകയും സാധാരണ ജീവിതം അത് എല്ലായിടത്തും അത് തിരിച്ചു വരികയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാവരും അതിനായിട്ട് കൂട്ടായിട്ട് ഒത്തൊരുമയോടെ പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് വരും വീഡിയോകളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, സമാധാനം പുനഃസ്ഥാപിക്കട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. താങ്ക് യു.